ഒരു കള്ള കണ്ടം പൂച്ച ഇവിടെയൊക്കെ ചുറ്റി കറങ്ങി നടക്കുന്നുണ്ട്. എന്റെ കൈ കിട്ടിയ നല്ല പട കൊടുക്കും. തക്കം കിട്ടി അടക്കളയിൽ കയറും, എന്നിട്ടൊക്കെ തട്ടിമറിക്കും. ദേവമാളി ചക്ക കിട്ടാൻ കൗസല്യ കോവിലിൽ വാഴക്കൊല നടന്നു ഞാൻ കേട്ടു. ചക്ക കിട്ടിയ അതെല്ലാം കൗസല്യക്കാം. കൗസല്യ ഒന്ന് ഉത്സാഹിച്ചാൽ മതി, ദേവമാളുടെ കാര്യം പെട്ടെന്ന് നടക്കും. കൗസല്യ, കൗസല്യ, എന്താ അമ്മാളെ? നീ എന്താ പക്കം പോയിപ്പാട്? അതെന്താ അമ്മാളെ? ഇത് നല്ല കാര്യം. ഞാൻ തൂക്കത്തിലെ കീഴ് വീഴുന്ന ഉങ്ക ഉടമ്പിലെ പെട്ട. അത് ശരി, അതെന്താ ഇതുവരെ ഇല്ലാത്തൊരു പഴക്കം? ഞാൻ சொல்றது കേട്ടാ പോതും, പോ വെളിയേ. ഓ, ഞാനേതോ ചൊല്ലിയച്ച് ഒന്നും നനയ്ക്ക വേണ്ട. എന്നോട് ഓരോരോ വിചാരങ്ങളാക്കും. ഉറങ്ങുന്നത് പോലും ചാക്കാട്, ഉറങ്ങി വിളിപ്പതും പിഴപ്പ്. കിട്ടും കാലത്തന്നെ എത്തി വെട്ടി വിഴുങ്ങാൻ. പണ്ട് സായിപ്പന്മാരാ അമ്മാളെ ഇതൊക്കെ നന്നാക്കിയിരുന്നത്. ഈ നസ്രാണികൾ മരിക്കുമ്പോ എന്ത് രസാ അമ്മാളെ, ഈ പാട്ടും കൂത്തും ബാൻഡ് മേളൊക്കെ. അപ്പ വായ തുറന്ന ചെക്കൻ ചാക്കാളി വരുള്ളൂ, പണ്ടാരടങ്ങാൻ. കാലന്റെ ഒരു തല്ലാള്. ഓ, ഇതും ചത്തുവല്ല തന്നെ. ഓ കാലം അമ്മാളെ ഇപ്പൊ ശരിയാക്കി തരാം.
ശിവ ശിവരാജ ഓം ശിവ ശിവ ശിവയനരാജ ഓം ശിവ ശിവ ശിവയനരാജ ഓരേ അവഭയബാധന നനു സുഖോരാ ശിവ ശിവ ശിവയനരാജ ഓരേ അവഭയബാധന നനു സുഖോരാ ശിവ ശിവ ശിവയനരാജ മോശം അതങ്ങോട്ട് സമയം. തടക്കി ഉള്ള വാങ്ങൂ. ഇത് പാലാണോ അതോ കാടിവെള്ളമാണോ? നിങ്ങൾ തന്നെ അത് പറയണം. ഏതായാലും അമ്മാള് പൂട്ടും തെക്കും പൂട്ട് പൊളിക്കും. ഇങ്ങോട്ട് വന്ന് അവിടെ മാതിരിയാക്കിയിരുന്നു അങ്ങോട്ട്. ഇവിടെ നോക്ക്. എവിടെ എന്ത്? വരാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. എന്റെ പെരുമാളാണ് സത്യം. ഈ തട്ടാൻ എന്നെ പറ്റിക്കാണെന്നേ. കഴിഞ്ഞ തേരോട്ടത്തിന് പണിയാൻ കൊടുത്തതാ. ഇപ്പൊ തട്ടാൻ എനിക്കിട്ട് പണി തുടങ്ങി. അതെങ്ങനെ? നീ തന്നെ നാട്ടുകാരുമ്പോ വിളിച്ചു കൂവിക്കൊണ്ട് കിടക്കല്ലേ. തക്കം കൊണ്ടുവരണ പാലിന് വെള്ളം കൂടുതലാണ്. അതെ, അങ്ങനെ പറഞ്ഞാലേ ഇതൊക്കെ നടക്കൂ. അല്ലെങ്കിൽ കാണായിരുന്നു. കിളവി വക്കീലാപ്പീസ് പോയിട്ടേ കിട്ടുന്ന കാശ് മുഴുവൻ സുബൈക്ക് കൊടുക്കാനാ പരിപാടി. മോളും ചത്തു, മരുമകൻ രണ്ടാമത് കല്യാണം കഴിച്ചു. ഇത് ഷഷ്ടി പൂർത്തിയല്ല, കനകാഭിഷവും കഴിഞ്ഞിട്ടേ പോകൂ. എന്റെ പെരുമാളെ, എത്രയോ പേരെ നീ മുകളിലോട്ട് വിളിക്കുന്നു. അതെ, കിളവി ചത്തു കഴിഞ്ഞാൽ നിനക്ക് വല്ലതും കിട്ടും. നിനക്ക് കിട്ടിയാൽ അത് എനിക്ക് കിട്ടിയ പോലെ അല്ലേ? എന്നിട്ട് വേണം ഒരു കൊച്ചു മിൽമാ ബൂത്ത് തുടങ്ങാൻ. കിളവിക്കേ ഇപ്പൊ പാട്ടിലും കമ്പം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരോട് ഹരിമുരളീരവം പാടാൻ പറയും. അതെന്തിനാ? പുലി ശ്വാസം കിട്ടാതെ പെട്ടെന്ന് ചാവൂടി. ബൃഹദീശ്വര ക്ഷേത്രത്തിലൊന്ന് പോണം. തഞ്ചാവൂരേ 14 നിലയുണ്ട്. ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ചിത്രകൂടമുണ്ട്. ആഹാ, കാണേണ്ട കാഴ്ച. സംഗീതം എന്ന് പറഞ്ഞാൽ തഞ്ചാവൂർ സംഗീതം. കീർത്തനം കേട്ടപ്പോ എന്താ ഒരു സുഖം. ഞാനും സന്താനങ്ങളെ പഠിപ്പിച്ചതാ. എന്നിട്ട് എന്തു പറ്റി? വിധി എന്നല്ലാതെ എന്തു പറയാൻ. ദേവനാരായണ ഭാഗവതരെ തെരിയുമാ? പിന്നെ പെരിയ ആള്, മഹാസംഗീതജ്ഞൻ. അവരോட மகனை நான் பார்த்தேன். നിജമാ? എന്നെ ഇങ്ങ കൊണ്ട് വിട്ടു പോയാച്ചു. ആമാ, എന്നെ പൈത്യം പിടിച്ചിരിക്കാ? பைத்தியம் இல்லடி, நிஜம்தான். அப்பா மாதிரியே இருக்கு. அப்படியா? ஆனா பேச முடியல. அது என்ன ஊமையா? ஊமை கிடையாது, திடீர்னு போயாச்சு. என்ன உஷ்ணம். கொடுத்த வேலை பண்ணியாச்சு. தேவநாராயண பாகவதற்கு ஒரே ஒரு குழந்தை, ஹரிநாராயணன். வேலை ஒண்ணுமே இல்லை. அங்கே இங்கே சுற்றி திரியல், அதுதான் வேலை. மேரேஜ் கழிஞ்சாச்சு. பொண்ணு நல்ல ஆட்டக்காரி. மொத்தத்தில் பொண்டாட்டி வேலை பண்ணும், இவன் உட்கார்ந்து சாப்பிடுவேன். கொஞ்சம் பிடி. இப்ப வரேன். அப்பப்பா நிறைய பார்த்துருக்கேன். ஆனா இது ஒரு பிரத்யேக வெரைட்டி.
ஓ ரொம்ப நன்றி வரட்டுமா